ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഷൊർണൂർ കുളപ്പുള്ളിയിൽ ഓഡിറ്റോറിയത്തിൽ വിവാഹ ചടങ്ങിൽ ഭക്ഷണം കഴിച്ച വധുവിനും വരനും ഉൾപ്പെടെ 200ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. കുളപ്പുള്ളി കലാഗ്രാമത്തിൽ കാരിപ്പള്ളത്ത് ഗോപാലകൃഷ്ണന്റെയും പുഷ്പലതയുടെയും മകൻ ശ്രീജിത്തിന്റെയും പാലക്കാട് പിരായിരി ഗാന്ധിനഗർ സ്നേഹ നിവാസിൽ കരുണകുമാറിന്റെയും ശോഭയുടെയും മകൾ സ്നേഹയുടെയും വിവാഹ ചടങ്ങിൽ പങ്കെടുത്തവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ശ്രീജിത്തും സ്നേഹയും പനിയും വയറിളക്കവും ഛർദിയുമായി ചികിത്സയിലാണ്. മോനെ കല്യാണം കഴിച്ച ചെക്കനും പെണ്ണും രണ്ടുപേരും കിടക്കാണ്. അവർ ഇന്നലെ വിരുന്ന് പോകേണ്ട ദിവസമാണ്. അതിനോട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കല്യാണം കഴിച്ച ആദ്യമായിട്ട് ഒരു വിരുന്ന് തന്നെ നല്ലൊരു ഫീലിംഗ് അല്ലേ നമുക്ക്. രണ്ടുപേർക്കും മോനൊക്കെ കിടക്കുക. ചിലവർക്ക് തിങ്കളാഴ്ച തുടങ്ങി, ചിലവർക്ക് ഇന്നിപ്പോ എന്റെ മോളെ കുട്ടി രാവിലെ എണീറ്റതാ, ഭയങ്കര ക്ഷീണം നിറഞ്ഞു കിടന്നു. ഈ 4-ാം വാർഡ് 5-ാം വാർഡ് 32-ാം വാർഡ് ഇവിടെ ഞാൻ ക്ഷണിച്ചിരുന്നു. കാരണം ഇവിടുന്ന് ആരും ഞാൻ കല്യാണത്തിൽ ഞങ്ങളുടെ ഫാമിലി മാത്രം കല്യാണത്തിൽ കൊണ്ടുവരുന്നു. ബാക്കിയുള്ളൊക്കെ റിസപ്ഷൻ ലെറ്റർ കൊടുത്തത്. ഞായറാഴ്ച വൈകിട്ടായിരുന്നു വിവാഹ റിസപ്ഷൻ. ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ചവർക്ക് ഞായറാഴ്ച രാത്രി മുതൽ പനിയും ഛർദിയും വയറിളക്കവും ആരംഭിച്ചു. തിങ്കളാഴ്ച മുതൽ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും പനിയും ഛർദിയും വയറിളക്കവും വന്നുവെന്ന് വീട്ടുകാരറിഞ്ഞതോടെ ഭക്ഷ്യവിഷബാധയാണെന്ന് സ്ഥിരീകരിച്ചു. ഇപ്പൊ ഇവിടെ റിപ്പോർട്ട് ചെയ്തത് ഏകദേശം 20 ആൾക്കാരുണ്ട്. നമ്മൾ ഇതുവരെ കണക്കൂട്ടിയത് 20 ഉണ്ട്. ഇനി അതിന്ന് മിസ്സായി പോയിട്ടുണ്ടോ? ചിലവര് വയറുവേദന മാത്രം വന്നവര് നമ്മള് ഗ്യാസിന്റേതെന്നും പറഞ്ഞിട്ട് എഴുതിയേക്കുന്നത്. അപ്പൊ നമ്മൾ അതൊന്നും കൂടി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവര് പറഞ്ഞത് ഇവര് വന്നതെല്ലാം കോമൺ ആയിട്ട് പറഞ്ഞത് റിസപ്ഷന്, സുമംഗലി ഓഡിറ്റോറിയത്തിൽ റിസപ്ഷന് പോയി എന്ന് പറഞ്ഞത്. അത് ഫുഡാണോ വാട്ടർ ആണോ എന്നുള്ള സംശയമാണ്. കാരണം വെജ് കഴിച്ചവർക്കും നോൺ വെജ് കഴിച്ചവർക്കും ഉണ്ട്. ഷൊർണൂർ നഗരസഭയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ 20 പേർ ചികിത്സ തേടി. വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത സിനിമാ താരം മറിമായം മണി ഉൾപ്പെടെ അസുഖത്തെ തുടർന്ന് ചികിത്സ തേടിയിരുന്നു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഉൾപ്പെടെ 40-ലധികം പേർ ചികിത്സ തേടിയതായി ശ്രീജിത്തിന്റെ അച്ഛൻ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. 90% ആൾക്കാർ സാർ കോഴിക്കോട് നിന്ന് എല്ലാവർക്കും 3 ട്രാവലർ ആൾക്കാർ വന്നു. അവിടുത്തെ കോഴിക്കോട് അവർ ഈ റിസപ്ഷൻ നേരെ അവിടെ വന്നു. സുമംഗലി റിസപ്ഷനിൽ 500 ആൾക്ക് ഞങ്ങൾ പരിപാടി ഇട്ടിരുന്നു. കോഴിക്കോട് വന്ന് ഈ 3 ട്രാവലർ ആൾക്കാരും വേറെ ഒരു പരിപാടി പങ്കെടുത്തു. നേരെ അവിടെ വന്നു. ഇവിടെ വന്ന് റിസപ്ഷൻ സുമംഗലി വന്നു, ഫുഡ് കഴിച്ചു. അപ്പോൾ തിരിച്ചു പോയി. വീട്ടിലെത്തിയപ്പോഴാണ് എല്ലാ കുട്ടികൾക്കായി 9 കുട്ടികൾ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാ. 3 കുട്ടികൾ ഡിസ്ചാർജ് വൈകിട്ട് ഡിസ്ചാർജ് ആയി. ഇപ്പോൾ 9 കുട്ടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി കിടക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും കല്യാണമല്ല. പെണ്ണിന്റെ വീട് പാലക്കാടുള്ള എല്ലാവർക്കും അവരൊരു ബസ് ആൾ വന്നിരുന്നു. 50 ആൾ, ഒരു ബസ്സും ഒരു കാറ് ആൾ വന്നിരുന്നു. ഇവർക്കൊക്കെ ഫുഡ് പൈസ എല്ലാവർക്കും വയറ്റിൽ നോക്കാണ് ഇപ്പോൾ. വിവാഹത്തിന്റെ റിസപ്ഷനിൽ പങ്കെടുത്ത കോഴിക്കോട്, പാലക്കാട്, എറണാകുളം, തൃശൂർ, ഷൊർണൂർ എന്നിവിടങ്ങളിലുള്ളവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ഇപ്പൊ എത്ര ആൾക്കാർക്ക് എന്താ പറയാ, ഒരു വീട്ടിലത്തെ 5 ആളുണ്ടെങ്കിൽ 4 ആൾക്ക് വയ്യ. അങ്ങനെയപ്പല്ലേ? അതോ മാറണില്ല. ചേച്ചീന്റെ മോനെ മാറിയിട്ട് പിന്നെ മോളുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നാ. അപ്പൊ അതുവരെ എണീറ്റിട്ടില്ല. ഇതാണ് എന്റെ വൈഫ്. അവൾക്കും എല്ലാവരും വയറുവേദന. പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റില്ല. ഞാൻ തീരെ കിടപ്പായിരുന്നു. ഇവിടെ ഈ 4-ാം എല്ലാ കുട്ടികൾക്കും ഇതാണ്. എല്ലാവരും വിളിച്ച് കോഴിക്കോട് നിന്ന് പാലക്കാട് എല്ലാവരും വിളിച്ചോണ്ടിരിക്കുക നമ്മളെ എന്താ. വിവാഹത്തിൽ ഭക്ഷണം നൽകിയ കാറ്ററിംഗ് സ്ഥാപനത്തിൽ ഷൊർണൂർ നഗരസഭ ആരോഗ്യ വിഭാഗവും ഓങ്ങല്ലൂർ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗവും പരിശോധന നടത്തി. വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ആ കിച്ചൺ പ്രവർത്തിക്കുന്നതെന്നും അതുപോലെ തന്നെ അവിടെ ഫ്രീസറിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ കുറച്ച് ഐസ് ക്യൂബുകൾ സൂക്ഷിച്ചതായും കാണാൻ കഴിഞ്ഞു. പിന്നെ കുടിവെള്ളം അവിടെ ശേഖരിച്ചിരിക്കുന്ന ഓവർഹെഡ് ടാങ്കിലാണ്. അപ്പോൾ അത് പരിശോധിച്ച സമയത്ത് വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നതെന്നും അതുപോലെ തന്നെ ഈ സൂക്ഷിച്ചിരിക്കുന്ന ഐസ് ഈ ഭക്ഷ്യ വിഭവങ്ങളിൽ ചേർത്തിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ വെൽക്കം ഡ്രിങ്കിലും ഈ ഐസ് ഉപയോഗിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നുകിൽ ഐസിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിലൂടെയാണ് ഈ ഫുഡ് പോയ്സണിങ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് സംബന്ധിച്ചിട്ട് അന്വേഷിച്ചിട്ട് നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിയെയും അതുപോലെ ആരോഗ്യ വിഭാഗത്തെയും ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട്. ഈ ഫുഡ് പിന്നെ ഇവിടെ വിതരണം ചെയ്ത ഏജൻസിയുടെ സുരേഷ് എന്ന ലൈസൻസിയോട് ബന്ധപ്പെട്ട സ്ഥാപനത്തിൻ്റെ ലൈസൻസ് അതുപോലെ തന്നെ ഹെൽത്ത് കാർഡ്, വെള്ളം പരിശോധിച്ച റിപ്പോർട്ട് എന്നിവയുമായിട്ട് ഉച്ചയ്ക്ക് ശേഷം നഗരസഭാ ഓഫീസിൽ ഹാജരാകുന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നിലവിലെ പനിയും വയറിളക്കവും കാരണമായിരിക്കാം സംഭവമെന്ന് കരുതിയാണ് പലരും പുറത്തു പറയാൻ വൈകിയത്.
നഗരസഭാ പരിധിയിലെ വിവാഹത്തിൽ ക്ഷണിച്ചെത്തിയവർക്കെല്ലാം പനിയും വയറിളക്കവും ഛർദിയും വന്നതോടെയാണ് വിവാഹ ചടങ്ങിൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണെന്ന് ഉറപ്പിച്ചത്. പരിശോധനകൾക്ക് ശേഷം കാറ്ററിംഗ് സ്ഥാപനത്തിനെതിരെ കർശന നടപടിയെടുക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ MK ജയപ്രകാശ് പറഞ്ഞു. കാറ്ററിംഗ് സ്ഥാപനം നടത്തുന്ന ആളെ സംബന്ധിച്ച് പരിശോധിച്ചിട്ടുണ്ട്. അതുപോലെ ഓഡിറ്റോറിയത്തിൽ നിന്നാണോ എന്ന പരിശോധന നടത്തിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം റിസൾട്ട് വന്നാൽ, കൃത്യമായിട്ടുള്ള റിസൾട്ട് വന്നാൽ നഗരസഭയുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ഒരു കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഇത്രയും ആളുകൾക്ക് ഫുഡ് പോയ്സൺ അടിച്ചു എന്ന് വന്നാൽ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു ഇടപെടൽ നഗരസഭ നടത്തുന്നുണ്ട്. ചിത്തര വിമൻസ് അക്കാദമി, SMP ജംഗ്ഷൻ, ഷൊർണൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി.